വളരെ സൗകര്യം കുറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത്. ചെറിയ റോഡുകൾക്ക് റോഡുകൾക്കുള്ള വീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വളരെ പരിമിതമായ സ്ഥലത്തൂടി ഫുട്പാത്തിന്റെ മുകളിൽ കൂടിയൊക്കെ ടാറിട്ടിട്ടാണ് ആ റോഡ് സംവിധാനം ഉള്ളത്. പണവും കൊടുക്കണം, ഇവരുടെ അടിയും വാങ്ങണം, സൗകര്യവുമില്ല എന്നാ പറയുന്നത്. വണ്ടികൾ ബ്ലോക്കായാൽ ഈ ടോൾ തുറന്നു കൊടുക്കണം എന്നൊക്കെ ഒരു നിയമമൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ പ്രാവർത്തികമാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പന്തീരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്തിലാണ്. ഇവിടെ ഈ ടോൾ പ്ലാസ ആരംഭിച്ച നാൾ മുതൽ വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ, അതായത് സർവീസ് റോഡിന്റെ പോലും നിർമ്മാണം ശരിയായ രീതിയിൽ പൂർത്തിയാക്കാതെയാണ് ഇവിടെ ടോൾ പ്ലാസ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളൊരു വലിയ പരാതിയാണ് ഈ പ്രദേശത്തുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്. മാത്രവുമല്ല, ഇത്തരത്തിൽ സർവീസ് റോഡ് പോലും കൃത്യമായ രീതിയിൽ നിർമ്മിക്കാത്തത് കൊണ്ട് തന്നെ മണിക്കൂറുകളോളം നീണ്ട ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇത് സംബന്ധിച്ച മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ബൈജുനാഥ് കക്കാടത്ത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 15 ദിവസത്തിനകം തേടിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് പന്തീരങ്കാവ് ടോൾ പ്ലാസയിലെ ഗതാഗത കുരുക്ക് ഇത്തരത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെയുള്ള പരാതിയായിട്ട് എത്തുകയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗമായിട്ടുള്ള ബൈജുനാഥ് കക്കാടത്ത് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് മനുഷ്യാവകാശ പ്രവർത്തകനായ നൗഷാദ് തെക്കിലാണ്. ഈ ടോൾ പ്ലാസ ഇവിടെ ആരംഭിച്ചത് മുതൽ വലിയ രീതിയിലുള്ള പരാതികൾ ഉയരുകയാണ്. ഏറ്റവും ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ബൈജുനാഥ് കക്കാടത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണെന്നുള്ളതാണ് അല്ലെ? എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയുന്നത്? ഇവിടെ ഒന്ന് കൃത്യമായിട്ട് സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ സൗകര്യം കുറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, വരുന്ന വാഹനങ്ങൾക്കും കടന്നു പോകുന്ന വാഹനങ്ങൾക്കും ഒരു വിശാലമായ പാർക്കിങ്ങോ ഒരു സൗകര്യങ്ങളോ മറ്റോ ഒന്നും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ ചെറിയ റോഡുകൾക്ക് റോഡുകൾക്കുള്ള വീതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വളരെ പരിമിതമായ സ്ഥലത്തൂടി ഫുട്പാത്തിന്റെ മുകളിൽ കൂടിയൊക്കെ ടാറിട്ടിട്ടാണ് ആ റോഡ് സംവിധാനം ഉള്ളത്. അപ്പോ ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിൽ നല്ലതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ യാത്രക്കാരായിട്ടുള്ള അല്ല കാറോ അല്ല വേറെ വാഹനങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളോട് ഈ ടോൾ പ്ലാസയിലെ ജീവനക്കാർ നിരന്തരമായിട്ട് ഗുണ്ടായുസം കാണിക്കുന്ന ഒരു പ്രവൃത്തി കൊണ്ട് പണവും കൊടുക്കണം, ഇവരുടെ അടിയും വാങ്ങണം, സൗകര്യവുമില്ല എന്നാ പറയുന്നത്. പിന്നെ 75% പൂർത്തിയായാൽ ടോൾ പിരിക്കാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ 75% പിന്നെ ടോൾ പിരിവ് 75% പിന്നെ പ്രവൃത്തി നടന്നിട്ടില്ല എന്നാണ് എനിക്ക് കാഴ്ച മനസ്സിലായില്ല. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ പാലങ്ങളും കാര്യങ്ങളൊക്കെ സുരക്ഷാ ഭിത്തി പോലും നിർമ്മിച്ചിട്ടില്ല. വലിയ അപകടാവസ്ഥയിലാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇവരുടെ പിന്നെ ഈ സാങ്കേതിക പിഴവും മറ്റുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞാൻ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരുപാട് പിന്നെ രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ ജില്ലാ കലക്ടർ ആ ക്യാബിനിൽ വിളിച്ച് മീറ്റിംഗ് വിളിക്കുകയും അത് ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ തീർക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു പത്രപ്രസ്താവനകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് അറിവൊന്നുണ്ടായിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ പിന്നെ നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇതിൽ കടന്നു പോകുന്ന വാഹനങ്ങളിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇത്ര പരിധിയിൽ പിന്നെ വണ്ടികൾ ബ്ലോക്കായാൽ ഈ ടോൾ തുറന്നു കൊടുക്കണം എന്നൊക്കെ ഒരു നിയമമൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ പ്രാവർത്തികമാകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോകുന്ന സമയത്തൊന്നും കണ്ടിട്ടില്ല. വൈകുന്നേരങ്ങളിലൊക്കെ കിലോമീറ്ററുകളോളം വലിയ പിന്നെ ട്രാഫിക് ജാമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഇതിൽ ഇടപെടുമെന്നാണ് വിചാരിക്കുന്നത്. ജനങ്ങളുടെ ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നത് തന്നെ. എന്നാൽ അതേസമയം പന്തീരങ്കാവ് പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ടോൾ പ്ലാസ വന്നതോടുകൂടി അവരുടെ ജനജീവിതം വല്ലാത്ത ദുസ്സഹമായിരിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ ഈ ടോൾ പ്ലാസയുമായി ബന്ധപ്പെട്ട ആക്ഷേപം ഉയർന്നിരുന്നു. ഇതിന്റെ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് പോലും വർഷത്തിൽ ഏകദേശം
3000 രൂപയോളം തുല്യമായുള്ള തുക അടച്ചെങ്കിൽ മാത്രമേ പാസ് ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞെല്ലാം വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഗതാഗത കുരുക്ക് തന്നെയാണ്. വിശേഷ ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലും മറ്റും വൈകുന്നേരങ്ങളിൽ മണിക്കൂറുകളോളം കാത്തുനിന്നെങ്കിൽ മാത്രമേ ഈ ടോൾ പ്ലാസ കടന്നു പോകാനാകുന്നുള്ള സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളത് പറയാതെ വയ്യ. നിരവധി പേരാണ് നമ്മളെ വിളിച്ചുകൊണ്ട് ഈ ഒരു ടോൾ പ്ലാസയും ഇതിന്റെ ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നമ്മളെ അറിയിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള ടോൾ പ്ലാസ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം ഒരൽപ്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ റോഡ് നിർമ്മാണം പോലും പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം ഈ തൊട്ടടുത്ത് തന്നെയുള്ള സർവീസ് റോഡാണെങ്കിൽ 1 മീറ്റർ പോലും വീതിയില്ലാത്ത സർവീസ് റോഡാണ്. അതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും ജനങ്ങളെ വലിയ ഒരളവിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഈ ഗതാഗത കുരുക്ക് എല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിനോദ് കുമാർ എന്ന പേരായ വ്യക്തി മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ബൈജുനാഥ് കക്കാടത്ത് ഇത്തരത്തിൽ റിപ്പോർട്ട് 15 ദിവസത്തിനകം സമർപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജനങ്ങളുടെ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ പന്തരങ്കാവ് ടോൾ പ്ലാസ കാരണം ഉണ്ടായിരിക്കുന്നത്. അതിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. അതൊരു മനുഷ്യാവകാശ പ്രശ്നം തന്നെയാണ് എന്നുള്ളതാണ് അല്പം നിമിഷം മുമ്പ് നമ്മളോട് സംസാരിച്ച മനുഷ്യാവകാശ പ്രവർത്തനമായിട്ടുള്ള നൌഷാദ് തെക്കേലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും ജനങ്ങളുടെ ആ വലിയ നീറുന്ന പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.